അപ്പോൾ ഇത് നമ്മളുടെ ഊട്ടി ട്രിപ്പിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഡെസ്റ്റിനേഷൻ ഊട്ടിയാണെങ്കിലും ഇതിന്റെ ഹൈലൈറ്റ് ഏതാ? അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഡ്രിസ്ലിംഗ് കിട്ടിട്ടോ. ആഗ്രഹിച്ച സാധനം ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് തരുമ്പോണ്ടല്ലോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഇത് കാണുന്നുണ്ടോ? തണുപ്പുണ്ട്. ഹേയ് കപ്സ്, ടു കപ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറക്റ്റ് പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നേരെ തൃശ്ശൂരിൽ നിന്ന് നിലമ്പൂർ, വഴിക്കടവ്, അവിടുന്ന് ഗൂഡല്ലൂർ, മസനഗുഡി, പിന്നെ നമുക്ക് ഗുണ്ടൽപേട്ട് പോകാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അവിടെ സൂര്യകാന്തി പാടുണ്ട്, അത് കാണണം. സോ നമ്മളുടെ കൂടെ വേറെ ആളും കൂടെ ഉണ്ട്, ദേ നിൽക്കുന്നത്. അപ്പോൾ അരുൺ ബ്രോ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കൊച്ചിയിൽ നിന്ന് ഇറങ്ങി. നമ്മളുടെ ചെക്കൻ പിന്നെ എപ്പോഴും നമ്മളിപ്പോൾ ഉണ്ടല്ലോ. സോ ഇപ്പൊ സമയം എത്രയാ? 11:30. അപ്പൊ ഒരു 5-6 ആകുമ്പോഴേക്കും എവിടെ എത്തും? അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാം. ഏർലി മോർണിംഗ് ആകുമ്പോഴേക്കും എത്തും. ജസ്റ്റ് അവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫ്രഷപ്പ് ആയി പിന്നെന്താ കറക്കം കാട്ടിക്കൂടെ നല്ല കാട്ടുകൂടെ ആനയും പുലിനൊക്കെ കണ്ട കാണിക്കാം. അങ്ങനെ 2777 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. അപ്പോഴേ ഞങ്ങളങ്ങനെ എവിടെ എത്തി? പെരിന്തൽമണ്ണ നിലമ്പൂരിക്കുള്ള റൂട്ട്. സമയം 3 മണിയായി. പിന്നെ അങ്ങോട്ട് അരുൺ ബ്രോ ഡ്രൈവ് ചെയ്യാച്ചിട്ടാ. നീ കുറച്ചേരം ഉറങ്ങിയല്ലേ? ഇവള് കുറച്ചേരം ഉറങ്ങിയില്ലേ? ഓ, അപ്പോൾ നിലമ്പൂരിക്ക് നമ്മളൊരു 1 hour കൊണ്ട് എത്തുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വഴിക്കടവ്, പിന്നെ നാടുകാണി. അതാണ് മെയിൻ സാധനം. നാടുകാണിന്ന് ഞാൻ ഓടിക്കട്ടോ, എനിക്ക് കാട്ടുകൂടെ ഓടിക്കണം. ഇതാ നമ്മളുടെ പുറകിലെ സെറ്റപ്പ്. ലഗേജ് മൊത്തം ഇവിടെ. ഇവൻ എത്ര നേരം കടന്നു? എങ്ങനെ ഷാരു കണ്ട ഇത് വേറെയാ. പെണ്ണ് കെട്ടിയുള്ള ഗുണമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. സിംഗിൾസിനെ പറ്റി ഇങ്ങനെ ആക്കിയാൽ മതി. നമ്മളങ്ങനെ നിലമ്പൂരെത്തി. അത്യാവശ്യം മഴ ഉണ്ട്, ഹെവി റെയിൻ ഒന്നുമില്ല, പക്ഷെ ചെറിയൊരു ഡ്രിസ്ലിംഗ് പോലെ ഒരു മഴ. സോ നമ്മൾ വഴിക്കടവെത്തി. ഷാരൊക്കെ കിറിഞ്ഞിരിക്കാണ്. ഉഷാറല്ലേ? സെറ്റല്ലേ? പുറകിൽ നല്ല തണുപ്പുണ്ടല്ലേ? എല്ലാം ഓരോന്ന് വെച്ചിട്ട് പോരണോ? എവിടേക്കാതൊക്കെ എല്ലാം വാങ്ങി കൂട്ടുകയാണല്ലോ. ഷാരുവിന് എന്താ വേണ്ടേ? കുട്ടി വൊമിറ്റ് ചെയ്യും എന്തെങ്കിലും കഴിച്ച. എടാ ദേ കപ്പുറത്തൊക്കെ ഉണ്ട്. ആണോ? എന്താണ് കിറുങ്ങാന്നൊക്കെ പറഞ്ഞു ഉറങ്ങിയിട്ടുമില്ല. ഞാൻ ശരിക്ക് ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് സൈഡിലിരുന്നതാ. എവിടെ ഉറങ്ങണേ? അരുൺ ബ്രോ സുഖമായിട്ട് ഉറങ്ങി. എന്നിട്ട് അവൻ വർത്താനം പറഞ്ഞു തുടങ്ങി. പിന്നെ ഞങ്ങളും കട്ടയ്ക്കായിരുന്നു. നാടുകാണി ചുരം കയറാൻ തുടങ്ങി. ഇനി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാലാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരുന്നത്. നിലമ്പൂർ നാടുകാണി. അപ്പൊ ഇനി എപ്പോ വേണമെങ്കിലും ആനയോ മാനോ എന്നാലും മുന്നിൽ ചാടാം. എക്സൈറ്റഡ് ആണ്. കാണുമോ എന്തോന്നും അറിയുന്നില്ല. കാണുന്നു വിചാരിക്കാം. നല്ല റോഡാണ്. ഇപ്പൊ ടൈം 4:50, ഓൾമോസ്റ്റ് 5. അപ്പൊ നമ്മള് ഗൂഡല്ലൂർ ഒരു 6-ന് പിടിക്കാല്ലേ? അപ്പൊ നമ്മള് ഗൂഡല്ലൂർ ടൗൺ എത്തി. ഇവിടുന്ന് റൈറ്റ് ഊട്ടി, ലെഫ്റ്റ് ആണ് മൈസൂർ റൂട്ടാണ്. അത് മസനഗുഡി വഴി ഊട്ടി പോവാൻ ലെഫ്റ്റ് എടുക്കുകയാണ് നമ്മൾ. ഇപ്പൊ സമയം 6 മണി ആവാറായി. നമ്മള് നല്ലൊരു ടൈമിൽ എത്തിയിരിക്കണത്. സൺറൈസ് കാണാൻ ലൈറ്റൊക്കെ വരുന്നേ ഉള്ളൂ. അതാണ് നമ്മൾ കൂടുതൽ വിഷ്വൽസ് ഇടാത്തത്. ലൈറ്റ് വന്നിട്ട് പിന്നെ പൊളിക്കണം. ഇനി നെക്സ്റ്റ് പ്ലാൻ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു റൂംസ് എടുത്തിട്ട് ഫ്രഷപ്പ് ആവണം. എന്നിട്ട് നേരെ ഗുണ്ടൽപേട്ട് സ്റ്റേ കണ്ടു. അപ്പോൾ അവിടെ നമുക്ക് ഫ്രഷപ്പ് ഉണ്ടോയെന്ന് നോക്കാൻ പോവാണ്. സോ ദേ ഇതിൻ്റെ താഴെ റിസപ്ഷൻ ഉണ്ട്. സോ നമ്മളുടെ റൂം റെഡിയായി. ഫ്രഷപ്പ് ആവാൻ 600 രൂപ 3 പേര്.
ഒരാൾക്ക് 200 രൂപ വെച്ച്. ഒരാൾക്ക് 200 രൂപ വെച്ചിട്ട് 3 ആൾക്ക് 600 രൂപ. കുഴപ്പമില്ലല്ലോ, പേടിക്കണ്ട. ജസ്റ്റ് നമുക്ക് ഫ്രഷ് അപ്പ് ആകാൻ വേണ്ടുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, സ്റ്റേ ഒന്നുമില്ല. സോ ദേ ഇവിടെ നല്ലൊരു വ്യൂ ആട്ടോ, എന്താ ദൂരൊക്കെ ഉണ്ടോ കോട വന്നിരിക്കണേ. പിന്നെ ക്ലൈമറ്റ് ഷാരൂര് ഭയങ്കര തണുക്കുന്നുണ്ട്. ചെറിയൊരു മീഡിയം തണുപ്പ് കേട്ടോ, ഒരുപാട് ഹെവി തണുപ്പൊന്നുമില്ല, നല്ല ക്ലൈമറ്റാ. പിന്നെ ഒരു കാര്യം, ഞങ്ങൾക്ക് ഇവിടുന്ന് മഴ കിട്ടില്ല, നമുക്ക് ചെറിയൊരു 5 മിനിറ്റ് ഒരു മഴ കിട്ടി, അത്രേ ഉണ്ടായുള്ളൂ. അത് നമ്മൾ അവിടുന്ന് വരുമ്പോൾ. അതിനുശേഷം മഴയൊന്നുമില്ല. എങ്ങനെ ഇഷ്ടമായോ? തുടങ്ങിയിട്ടല്ലോ. പക്ഷെ എന്നാലും ഈ മോർണിംഗ് സൂപ്പറായി അല്ലേ? കുത്തമ്പിനാറാണ് അരുൺ ബ്രോന്റെ ഗീ റോസ്റ്റ്. ഞങ്ങൾ 2 പേര് ഇഡലി, ഇവിടെ അടിപൊളി ചട്നി, ഇത് മുളക് ചുട്ട ചമ്മന്തി, ഇത് 2 അടിപൊളിയായിട്ടുണ്ട്. ഇത് പുതിനയല്ലേ? ഇത് പുതിന, ഇത് സാമ്പാർ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ 2 നിനക്കോ? അത് നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി. നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് അവിടുന്ന് ഫ്രഷപ്പായി ഇപ്പോൾ പുറപ്പള്ളി വന്ന് ഫുഡ് കഴിച്ചു. ഇവിടുന്ന് കഴിച്ച വൃന്ദാവന് നല്ല ഫുഡ് കിട്ടും, ഭയങ്കര ഇഷ്ടമായി, ചട്നിയുടെ സൂപ്പർ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഫോറസ്റ്റ് കയറാൻ പോവാണ്. സോ ഒരുപാട് ആഗ്രഹിച്ചല്ലേ നമ്മൾ, ഞങ്ങൾ 3 ആളും കൂടെ ഒപ്പം. അരുൺ ബ്രോ സോ സൂപ്പർ എക്സൈറ്റഡ് ആണ്. എന്നാ വിട്ടാലോ? അപ്പോൾ എന്താ പോവാം. ചെറിയ ഡ്രിസ്ലിംഗ് ഉണ്ട്, കുറച്ച് മഴക്കാറുണ്ട്, പക്ഷേ ക്ലൈമറ്റ് ഓക്കെയാണ്, പാകത്തിനുള്ള തണുപ്പ്. എന്തായാലും നോക്കാം. മുതുമലൈ ടൈഗർ റിസർവ് കയറാൻ പോവാണ്. അയ്യോ, എന്തെങ്കിലും അനിമൽസിനൊക്കെ കാണുമായിരിക്കണം. ഇവിടെ എൻട്രി ഉണ്ടോ? നിർത്താൻ പറയുകയാണെങ്കിൽ നമുക്ക് നിർത്തില്ലെങ്കിൽ നേരെ വിടുമല്ലേ? അവിടെ ആരുമില്ല. ശരിക്കും ആ ഒരു ആർച്ച് കഴിഞ്ഞപ്പോ മൊത്തം ഫീല് മാറിട്ടോ അല്ലേ? മൊത്തം 2 സൈഡും ഫുൾ കാണാൻ പറ്റുന്നുണ്ട്. എവിടെ? എപ്പോഴെങ്കിലും ട്രക്ക് മാത്രമേ പോകുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ വളരെ കുറവാണ്. ഇത്രയും കുറവാ, ആരുമില്ല. സോ നമുക്ക് വണ്ടി ചേർന്ന് പതിയെ പോയാൽ മതി. ഞങ്ങളിത് 20-25 ഇതിലൊക്കെ പോകുന്നത്, കാരണം നമുക്ക് ഒന്നേ മിസ്സാക്കരുത് എന്നുള്ളതുകൊണ്ട് നന്നായി നോക്കിയിട്ടാണ് പോകുന്നത്. ആനയൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. മാനെ കണ്ടു, കുരങ്ങനെ കണ്ടു, പിന്നെ മയിലിനെ കണ്ടു. ഇനി നമുക്ക് ആനേനെ കിട്ടുമായിരിക്കും, ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം നമുക്കിനി കാട് കിടക്കുവാണ്, നമ്മള് ജസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവിടെ ഒരു മയില് പീലി വെള്ളത്തിൽ നിൽക്കണു. ഒരു കാടില് ആ പച്ചപ്പില് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, അതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു പച്ചപ്പിൽ അതിനെ കാണാൻ എന്ത് ഭംഗി അറിയോ, അതേപോലെ അതിന്റെ സൗണ്ട് കേൾക്കാൻ ശരിക്കും എന്താ പറയാ, എങ്ങനെയത് പറയാന്നറിയില്ല, അത്രയും ഫീൽ ചെയ്ത ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടേ അനുഭവിച്ചറിയണം. നമ്മള് തെപ്പക്കാട് എത്തി. അപ്പൊ ഇനി ഇവിടുന്ന് റൈറ്റ് മസിനഗുഡി നേരിട്ട് മൈസൂര് പോകുന്ന റോഡാണ്. സോ നമുക്ക് ഇപ്പോ മൈസൂര് പോകുന്ന റോഡ് പോകണം, എന്നിട്ട് നേരെ ഗുണ്ടൽപേട്ട് പിടിക്കാനാണ്. ഇതേ ഒരു കുരങ്ങിരിക്കുന്ന നോക്ക് നടുവില്. സോ ഈ ഒരു ലാൻഡ്സ്കേപ്പ് അടിപൊളി. നമ്മളെ നാട്ടിൽ നിന്ന് കാണുന്ന ഫീലേ അല്ല, ഇവിടുന്ന് കാണുമ്പോ അതിന്റെ പച്ചപ്പില് കാണുമ്പോണ്ടല്ലോ മയിലിന്റെ ആ പീക്കോ കളറില്ല.
നല്ലൊരു മൈൻഡ് കിട്ടോ. നല്ല ഫീലൊക്കെ ഉണ്ട്. എടാ നോക്കാം അരു എന്ത് ഭംഗിയാ. ഇനി നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കയറി കേട്ടോ. സോ ദേ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ബന്ദിപ്പൂരിലോട്ട് കയറുന്ന സമയത്ത് എൻട്രി ഫീ ഉണ്ട്. അത് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കണ്ട, ഫാസ്ടാഗ് എന്ന് പൊക്കോളും. എന്താലേ കാട്ടിന്റെ അതാണ് ഫാസ്ടാഗ് വർക്കാണ്. അപ്പൊ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനമൊക്കെ കൊണ്ടുവരാൻ പറ്റും. എത്ര രൂപയാ? 20 രൂപ. കുറച്ച് ഇതൊക്കെ ആരട്ടൂണല്ലേ. ആ നേരത്തെ കണ്ട ആൾക്കാര് കുപ്പിയും കാര്യങ്ങളൊക്കെ പെറുക്കുക, പ്ലാസ്റ്റിക്. സോ ഇത്രയും നല്ല ഫോറസ്റ്റ് റൂട്ട് വന്നിട്ട് ഇവിടെയും പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എന്താ പറയണ്ടത്. സോ ദയവ് ഇത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഈ കാട് ഇങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അപ്പം അത് നശിപ്പിക്കാനായിട്ട് കുറേ എണ്ണം ഉണ്ട്. അവരൊക്കെ എന്താ ചെയ്യണ്ടല്ലേ? നല്ല ഫൈൻ അടിച്ചിടണം. ആന റൈറ്റ്സ് ഇടാനോ. 1 2 3 ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേ ആണ്. അഭയാരണ്യം അങ്ങനെയൊക്കെ പേരുള്ള കുറച്ച് സ്റ്റേ ഉണ്ട് ഇവിടെ. 1600 അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ റേറ്റ്. ഇപ്പൊ എന്താന്ന് അറിയില്ല. എന്തായാലും പണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് അല്ലേ. ഫുൾ പുൽമേടും ഒക്കെ ആയിട്ട് ഇവിടെ ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാൻകൂട്ടൊക്കെ വരും. സോ നമുക്ക് എന്തായാലും ഒരു ദിവസം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. ഡേ മാന് നോക്ക്. അപ്പൊ നമ്മളുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഇനി ഫുള്ള് കന്നഡ ഗ്രാമങ്ങളാണ്. സോ നമ്മൾ നേരെ ഇനി ഗുണ്ടൽപേട്ട് ഏകദേശം ഒരു 10 to 15 കിലോമീറ്റർ പ്രതീക്ഷിക്കാം. ഈ റോഡ് അടിപൊളിയാണോ, നല്ല റോഡാണ്. പിന്നെ നല്ല വ്യൂ ഉണ്ട്. അതിന്റെ വള്ളി നോക്കില്ലേ. നമുക്ക് ഈ കാണുന്ന ലെഫ്റ്റ് കയറണം. ഗോപാൽ സ്വാമി പേട്ട. ഇതൊരു ഗ്രാമം തോന്നുന്നുണ്ട് അല്ലേ. ഇങ്ങനെയല്ലേ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഗോപാൽസ്വാമി ടെമ്പിളിൽ പോകുന്ന ആ റോഡിലാണ്, ആ വഴിയിലാണ്. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. നോക്ക്, ആ റോഡ് അറ്റം വരെ കാണാം. ആ മല ദൂരെ കണ്ടോ, ചെറിയ ഡ്രിസ്ലിംഗ് ഉണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. പിന്നെ റോഡ് ഇത് എന്താ പറയാ എംറ്റി ആയി കിടക്കുവാണ്. വല്ലപ്പോഴും 1 2 3 വണ്ടി മാത്രമേ പോകുള്ളൂ. സോ ഒരു രക്ഷയില്ല അല്ലേ. പിന്നെ നല്ല നല്ല ഫ്രെയിംസ് എവിടെ വെച്ചാലും ഒരു രക്ഷയില്ലാത്ത ഫ്രെയിം. എന്താ പറയാ, ഞങ്ങളുടെ കുറെ ക്ലിക്സ് ഒക്കെ എടുത്തു തന്നിട്ട്. അതെ. നമുക്കൊരു 360 വ്യൂ ആണ് ശരിക്കും ഇവിടുന്ന് കിട്ടുക. മാത്രമല്ല ഈ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകത തന്നെ പറയുന്നത് ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദൂരത്തേക്ക് കാണാം. അതായത് അത്ര ഇപ്പോൾ ആ കാണുന്ന യെല്ലോ കളറിൽ കാണുന്നത് സൂര്യകാന്തിപ്പാടാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അങ്ങ് ദൂരെ കാണാം. ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും ഒരു വൈഡ് ഫ്രെയിം കാണുന്നത്. ഇപ്പം നമ്മൾ ഇൻഫിനിറ്റി റോഡ്, ഇൻഫിനിറ്റി റോഡ് നല്ലൊരു പേരാണ്. കാരണം അത്രയും ദൂരത്തേക്ക് കാണാം. നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മല ഉണ്ടാവും, അല്ലെങ്കിൽ മരങ്ങളുണ്ടാവും. ഇതൊന്നുമില്ല, ദൂരത്തേക്ക് ഒരു കാളോടി വരെയായിരുന്നു. ഷാരു ദേ കണ്ടത് എവിടെ എത്തി. എനിക്ക് പേടിയാ. അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഡ്രിസ്ലിംഗ് കിട്ടിട്ടോ. ദേ നോക്ക് അരുൺ ബ്രോ, എന്താ ഫീൽ അറിയോ. അയ്യോ, ശരിക്കും പറഞ്ഞാ ആരില്ല, ഞങ്ങൾ ഇവിടെ റോഡില് തുള്ളിച്ചാടുക. യാ, അവിടെ ദൂരെ മഴയുണ്ട്, പിന്നെ അവിടെ സൂര്യകാന്തി പാടുണ്ട്. വേറെ 3 സ്ഥലം, ഒരു മാജിക്കൽ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓ, ദേ നമ്മളെ ചെക്കൻ നിൽക്കുന്നുണ്ടോ,
ആഗ്രഹിച്ച സാധനം ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് തരുമ്പോണ്ടല്ലോ, അയ്യോ. ഈ ഡ്രിസ്ലിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നേ, ശരിക്കും നമ്മളെ അങ്ങ് ഡ്രിസ്ലിംഗ് കൂടി വന്നപ്പോഴാണ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തോട്ടത്തിലോട്ട് കയറിയിട്ടാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് ആ സൂര്യകാന്തി പാടവും ആ മലയും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഞങ്ങൾ ഈ ഒരു ലൊക്കേഷനിൽ ഇനി നെക്സ്റ്റ് അവിടെ സൂര്യകാന്തി പാടുണ്ട്, അതിലോട്ട് പോവാണ്. ശരിക്കും വന്നിട്ട് എത്രയായി പോ? 2-3 മണിക്കൂറായി. ഫോട്ടോ എടുത്ത് മതിയാവുന്നില്ല, അത്രയും ലൊക്കേഷൻ കേട്ടോ. പിന്നെ ഒരു സെക്യൂരിറ്റി ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫി ഒരു രക്ഷയില്ല. അങ്ങനല്ലേ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, എന്താ വരാത്തെന്ന് ചോദിച്ചിട്ട് കടിക്കും. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ സൂര്യകാന്തി തോട്ടം എത്തി. അപ്പോൾ ഞങ്ങൾ 3 പേർക്കും കൂടി കയറാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് ചോദിച്ചത്. നമ്മളത് കൊടുത്ത് ശരിക്കും ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. സൂര്യകാന്തി തോട്ടത്തിന്റെ ഉള്ളിലെത്തി. ഇത് രസാറിയോ? ഇത്രയും സൂര്യകാന്തിനെ ഒരുമിച്ച് ഇങ്ങനെ കാണുന്നേ. ഇത് ചെറുതൊന്നല്ല കേട്ടോ, അതാ അവിടെ കണ്ടോ, അത്രയും വൈഡായിട്ടാണ് കിടക്കുന്നേ. പിന്നെ ദേ കുറച്ച് ദേ അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് ജമന്തി, പിന്നെ ഇത് കണ്ടോ അങ്ങോട്ട് ലാൻഡ്സ്കേപ്പ് അങ്ങനെ പോകുന്നേ, അത് കാണാൻ വേറെ ഫീൽ. അപ്പോൾ ദേ നമ്മളെ വണ്ടി നിൽക്കുന്നു. ഇവിടുന്ന് ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വൈഡ് റേഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും വരെ കാണുക, ശരിക്കും ഞാൻ അത് വലിയൊരു കാര്യം കേട്ടോ. എല്ലാവരും ഇങ്ങനെ കാണുക, പറിക്കാനും അത് തൊടാനൊന്നും നിൽക്കണ്ട. അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ കണ്ടറിഞ്ഞ പെരുമാറല്ലേ. നമ്മൾ ഈ കണ്ട ആ ഭംഗിയിൽ എല്ലാവർക്കും കാണാൻ പറ്റണ്ടേ. ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി. പിന്നെ മാത്രല്ല ഇത് ഭംഗിക്കല്ല, ഇത് അറിയാലോ അവരുടെ ബിസിനസ് ആണ്. സോ നമ്മൾ കാണുക, എൻജോയ് ചെയ്യുക, ഫോട്ടോസ് എടുക്കുക, അതിനൊക്കെ അവർ സമ്മതിക്കേണ്ടത്. നമുക്ക് ഇപ്പം അവിടെയൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കും. ഇവിടെയൊക്കെ കണ്ടോ ഇങ്ങനത്തെ സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കയറി ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിടക്കാൻ എടുക്കും. ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കണം. ഈ ഒരു ടോട്ടൽ പ്ലേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല അല്ലേ. റിയലാന്ന് തോന്നുന്നില്ല, നമുക്ക് എന്തോ ഒരു വാൾപേപ്പറൊക്കെ കാണുന്നൊരു ഫീൽ കേട്ടോ. സത്യം ഷാരുവിൻ്റെ ഡ്രസ്സിൽ മൊത്തം യെല്ലോ പൊടി വന്നു. പൂമ്പൊടി, മുല്ലപ്പൂമ്പൊടി ഏറ്റി കിടക്കും, പല്ലിനല്ല കല്ലിന്. അപ്പം നമ്മളങ്ങനെ സൂര്യകാന്തി പാടത്തുനിന്ന് തിരിച്ചു. ഇനി നേരെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കയറിയിട്ട് മസിനഗുഡി. അപ്പോൾ പോണ വഴിക്ക് അനിമൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ സമയം 1:30 ആവുന്നു. അപ്പോൾ അറിയില്ല, പക്ഷെ സ്റ്റിൽ നമ്മൾ വരുമ്പോൾ ആന കുറെ മാനൊക്കെ കിട്ടി. അപ്പൊ ഇനി കാട്ടുപോത്തിനെ കിട്ടാണ്ട്, കരടീനെ കിട്ടാണ്ട്, കടുവേനെ കിട്ടാണ്ട്. സോ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. നേരെ ആ കാണുന്നതാണ് കേട്ടോ നമ്മളുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ആ കാണുന്ന മലകളൊക്കെയാണ്. സോ അതിന്റെ ഇടയിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്.